1 Corinthians 2:2. ഇത് അപ്പോസ്തലനായ പൗലോസ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതായ ഒരു വാക്യമാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ദൈവവചനം വായിച്ച് ദൈവവചനത്തിലെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ ദൈവം തോന്നുന്നു. എന്നാൽ ഈ ഒരു വാക്യം പ്രത്യേകിച്ച് നമ്മുടെ 3 ദിവസത്തെ മീറ്റിങ്ങില് എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്തതായ ഒരു കാര്യമാണ്. മറ്റൊന്നും എന്തുകൊണ്ട് പൗലോസേ ഈ ഒരു അനുഭവത്തിൽ മറ്റൊന്നും അറിയുവാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. For I determined not to know anything among you save Jesus Christ and Him crucified. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പൗലോസ് ഒരു തീരുമാനത്തിലേക്ക് വന്നത്? നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മള് നമ്മൾ സ്കൂളിൽ പഠിച്ച് കോളേജിൽ ചെന്ന് മാസ്റ്റേഴ്സ് എടുത്ത് PhD എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇത്രയും പഠിച്ചതിന് ശേഷം അതിന്റെ മേളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഇത്രയും പഠിച്ചതിന്റെ ഏറ്റവും ക്രീം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ട്രൂത്ത്. എന്നെ ദൈവം കാണിച്ചൊരു കാര്യമാണ്. പൗലോസ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ പൗലോസ് ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പൗലോസ് ദൈവവചനം പഠിച്ചു. പഴയ നിയമത്തിൽ ശരിയായിട്ട് പൗലോസിന് അറിയാം. എന്നാൽ പൗലോസ് തന്നെ ഈ ഒരു അനുഭവത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പൗലോസ് എന്നീ ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ആ കാൽവറി ക്രൂശിൽ യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മനുഷ്യവർഗത്തിന്റെ വിടുതൽ മൊത്തം. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തു ബൈബിളിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിൾ മൊത്തം എഴുതിയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ഉൽപ്പത്തി 1 മുതൽ നമ്മൾ ദൈവവചനം എടുത്ത് ആന്തരികമായിട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ അതിന്റെ വെളിപ്പാട് മൊത്തം ഒരൊറ്റ വ്യക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവവചനം മൊത്തം എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ വ്യക്തിയെ വെളിപ്പെടുത്തുവാനാണ് ദൈവവചനത്തിൽ പഴയ നിയമവും പുതിയ നിയമവും എല്ലാം എഴുതിയിരിക്കുന്നത്. ഒരൊറ്റ വ്യക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരൊറ്റ വ്യക്തിയെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പഴയ നിയമത്തിന്റെ ജനസിസ് 1 മുതൽ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ വേഴ്സ് വരെയും ആ ദൈവം ആഗ്രഹിക്കുന്നത് മാനവജാതിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിക്കുന്ന യേശുവിനെ എനിക്കും നിനക്കും മനസ്സിലാക്കി ആ യേശുവുമായിട്ട് ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടിയാണ് ദൈവവചനം മൊത്തം തന്നിരിക്കുന്നത്. അപ്പൊ പൗലോസ് പറയുന്നത്, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഇനി ഞാൻ അറിയുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് എനിക്കിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ദൈവം എനിക്ക് ഒരു കാര്യം കാണിച്ചു തന്നത്, പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ലെവൽ ഓഫ് മച്യൂരിറ്റി കഴിയുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ വേറൊരു ലെവലിലോട്ട് വന്നിട്ട് നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. നമുക്കറിയാം, ഓരോ വ്യക്തിയുടെ ജീവിതത്തില് പ്രായമാകുന്തോറും അവന്റെ വാർദ്ധക്യമാകുന്തോറും പറഞ്ഞാൽ ശൈശവകാലത്ത് അവൻ പല കാര്യത്തിനകത്ത് വ്യാപൃതനായിട്ട് നടക്കും. എന്നാൽ പ്രായമാകുന്തോറും അവരുടെ ഫോക്കസ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാല് അവന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തിൽ തുടങ്ങി നമ്മൾ അവസാനമാകുന്തോറും യേശുവിനോട് ചേരുന്ന നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം തീരാറാകുന്ന സമയത്ത് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതുപോലൊരു കാര്യമാണ് പൗലോസ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ ഇനിയും അറിയുവാൻ താല്പര്യം, നിങ്ങളുടെ ഇടയിൽ അതല്ലാതെ ഞാൻ ഒന്നും അറിയുവാൻ താല്പര്യം. Let's go to the next verse. Oh, English, okay. So I want you to know, kids. So Paul has come to a stage in his Christian journey, and he come to a realization that he determined
to know only about the Christ and Him crucified. Why? Because the power that is released for the human race is from the cross, is from the finished work. You get it? So now, I want you to understand the point that we already talked about it. നമ്മൾ എന്തിനാണ് ഭൂമിയിലാക്കിയത്? If you have listened to those 3 days messages, you know that എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്നത്? Seated in the heavenly places. സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി വിട്ട ഒരു കൂട്ടം ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. I want you to get this point. സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ യേശുവിന്റെ ആഗ്രഹം നിവർത്തിക്കുവാൻ, യേശുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ ഞാൻ നീ വിശ്വസിച്ചിട്ട് ആ വിശ്വസിച്ചത് വിളിച്ചു പറയുമ്പോൾ യേശു പൂർത്തീകരിച്ചവൻ അവിടെ വന്ന് നീ പറഞ്ഞ വചനം കൺഫേം ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവിന്റെ സഭയാകുന്ന നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത്. Seated in the heavenly places. You and me are seated in the heavenly places and sent to earth with a plan and a purpose. What the Bible says is that we are the ambassadors of Christ. We are the citizens of heaven. സ്വർഗത്തിന്റെ പൗരനും സ്വർഗത്തിന്റെ സ്ഥാനാപതിയുമാണ്. Are you getting this point? I want you to get this point. You and me are the citizens of heaven, ambassadors of Christ, seated together with Christ and sent to earth with a mission. ഇന്ന് രാത്രിയില് ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഈ സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടം ബിലീവേഴ്സ് with the same mission. ഒരു കൂട്ടം മനുഷ്യർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ഒരു മിഷന് വേണ്ടി ഒരുമിച്ച് പോവുകയാണ്. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മള് ചില സീസണുകളിൽ നമ്മൾ വെളിയിൽ ഇറങ്ങി നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. There is a bird. What was that bird? That goes migrate from one country to the other country. Which one was that? That's the geese. Yes, geese. Are you seeing that? Is that? I did a study on that geese. You know the geese, the bird that is flying from one country to the other. On certain seasons, when the season they cannot handle the season, what they do is that they migrate from one country to the other country. So when they fly, what they do is that they fly. Sometimes you can see, watch, when you go outside and watch, you can see that this will go as a herd, which is like a V shape. ഒരു V ഷേപ്പിലാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ why they have to fly miles, thousands and thousands of miles to reach their destination. Thousands and thousands of miles they have to reach. They have to fly to reach the destination. Now, why they fly together? There's a reason behind it. Now, if you look at it, you can see that if you go look at Google and see that how the geese migrate from one country to the other, then it will explain you about the aerodynamic principle, why they fly together. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഗിയർ ഈസ് ദി ലീഡർ. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഗിയറുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നവര് ഇറ്റ്സ് ലൈക്ക് എന്താ ചോദിച്ചാല് ഫ്രണ്ടിൽ നിൽക്കുന്നവൻ ഹി ഈസ് ദ വൺ ഹൂ ഈസ് സ്ട്രോങ്, മച്ചുവേർഡ്. ഹി ഈസ് ദ വൺ ഹൂ ഈസ് ഡീലിംഗ് വിത്ത് എയർ റെസിസ്റ്റൻസ്. ആ ഷാർപ്പ് പോയിന്റ് നിന്നുകൊണ്ട് ആ എയർ റെസിസ്റ്റൻസിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, റെസിസ്റ്റൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫ്രണ്ട് നിൽക്കുന്ന ആളാണ്. എന്താ ചോദിച്ചാല് ഫ്രണ്ട് നിൽക്കുന്ന ആ ഗിയർ എന്നിട്ട് പറന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുറകിലുള്ളവർ ഓരോരുത്തരും അതിന്റെ പുറകിൽ വരും. എന്നിട്ട് എന്താ ചോദിച്ചാല് ഇവർ ഓരോരുത്തരും ചിറകെടുത്ത് പറക്കുമ്പോൾ എന്താ ചോദിച്ചാൽ ആ ഓരോ പ്രാവശ്യം ചിറകടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്ക് ഇത് ഫ്ലോ അങ്ങോട്ട് വരിക. അപ്പൊ ഈ ഒരു പത്രമായിട്ട് ഈ ഗീ ഇങ്ങനെ ഫ്ലൈ ചെയ്യുമ്പോൾ when they migrate from one country to the other, what happens is that when they take their the feather, അവരുടെ ആ feather അടിക്കുമ്പോഴത്തേക്ക് അതിന്റെ പുറകിലുള്ളവർക്ക് ഇവരെടുക്കുന്നതിന്റെ പകുതി പ്രഷർ മതി, പകുതി സ്ട്രെങ്ത് മതി പുറകിലുള്ളവർക്ക്, because it is all working together as a team. അവർ പോകുന്നത് ഒരു പ്രത്യേക ഡെസ്റ്റിനി. ഫ്രണ്ടിൽ നിൽക്കുന്ന നേതാവിന് അറിയാം
we are going to this particular place. Probably പുറകെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല where they're going. They're just following the leader. Are you getting my point? ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. You all see that in this country you can get this very clear. Because ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ടിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ അവിടെ കുറച്ചേറെ സ്ഥലം ഇങ്ങനെ വെറുതെ വിജയമായിട്ട് കിടക്കുന്നത്. ചില സീസണിൽ കാണാം, you can see hundreds of them like എല്ലാം കൂടെ ഒന്ന് ലാൻഡ് ചെയ്യും. അതെന്താ ചോദിച്ചാല് they all as one group coming down and then കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ അടുത്തതിന് പോവാം. ഞാൻ I was reading it, read that. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിയാം, when the leader gets tired, what the പുറകെ നിൽക്കുന്നുണ്ട് ഈ ശബ്ദം ഉണ്ടാക്കും. ഫ്രണ്ട് നിൽക്കുന്നവരെ ഇത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. We can go. ഒരു പക്ഷിക്ക് അത്രയും കാര്യം ദൈവം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവസഭ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ദൈവസഭയെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ് ലോകത്തിലാക്കിയിരിക്കുന്നത്. ആ പർപ്പസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ആ സഭയെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മളെ ഒരു സഭയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പർപ്പസിന് വേണ്ടി സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ബിഫോർ ദാറ്റ് let's take second Colossians 3. Colossians 3:1. Okay. അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിന്റെ റീസൺ എന്താ ചോദിച്ചാല്, when you go through some struggle in life, as a body we can handle anything of this world. Yeah. Are you getting it? So അപ്പൊ നമ്മള് നമ്മൾ അടുത്ത് okay. If you then be risen with Christ, seek those things which are above, where Christ sitteth on the right hand of God. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലഭാഗത്ത് ഇരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇപ്പൊ നമ്മളത് താഴോട്ട് വായിച്ചു തരണം. Okay, so this is like, where are you now? Where are you? The born again believers, where are you and me? You are the citizens of heaven. You are the ambassadors of Christ. You are seated together with Christ. You are sent to earth in a body for a special mission. സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ വലത്തുഭാഗത്തിരുത്തി അവിടെ സ്വർഗത്തിലുള്ളതെല്ലാം കാണിച്ചിട്ട് ഭൂമിയിലോട്ട് ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടി വിട്ടിരിക്കുകയാണ്. ആ മിഷന് വേണ്ടി വിട്ട ആൾക്കാരാണ് when they lost the focus of their life, that Christianity means nothing. You getting it? അതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ I don't want to go there. എബ്രായർ 11 നമുക്ക് ഈ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയാണ്. You can see a list of heroes of faith in Hebrews 11. എന്നിട്ട് അവിടെ ഒരു വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവരാരും തന്നെ ലോകത്തിലായിരിക്കുമ്പോൾ ഇവരുടെ എല്ലാ മൈൻഡ് സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ ലോകത്തിൽ അന്യനും പരദേശികളുമാണ്. എന്തുകൊണ്ടാണ് അവരുടെ ലക്ഷ്യം എപ്പോഴും കർത്താവിലായിരുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലായിരുന്നു. കൈപ്പണിയല്ലാത്ത ഒരു നഗരം അവർക്ക് വേണ്ടി പണിയുമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ വിശ്വാസത്തിലായിരുന്നു അവർ ലോകത്തിലായിരിക്കുമ്പോൾ എപ്പോഴും they know that this is a temporary place. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞാല്, ഒരു സ്പിരിച്വൽ മാൻ എന്ന് പറഞ്ഞാല്, he's always aware that he's seated together with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നവനാണ്. I am the citizen of heaven. I am the ambassador of Christ. I am not like any other person in this world. Are you getting this? So you would not be jealous of somebody getting rich here, somebody is getting have a big house or a bigger house. There's nothing to do with you. I want you to elevate your thinking, because there's a lot of things in this world. You will start thinking above a certain level, and then a lot of things what you think now is bothering you, it will not affect you anymore. Are you seeing this? A spiritual man is somebody, he knows where he is seated, where he is in connection with Christ Jesus, and what is the mission and the vision God has sent him to the earth. നീ ഈ ലോകത്തിൽ ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തതിന്റെ അനുസരിച്ചാണ് പ്രതിഫലം വരുന്നത്.
ഈ ശരീരത്തിൽ അവനവൻ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തതിനനുസരിച്ചാണ് സ്വർഗത്തിലേക്ക് വരുന്നത്. Get this point. അപ്പോ let's go to lesson and get to the next verse. Set your affection on things above, not on things on the earth. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല. Don't worry about what you compare with your relative who came here only 5 years ago and he is rich and he's 10 times richer than you. Forget about it. I want you to get this point. Because you have seen, God has opened your eyes and you are seeing things through eternity. You started seeing through eternity and now you see your house is a place that to fulfill that mission. Your computer is a thing that you to fulfill that mission. The money that is given to you through your job or anything, that is for fulfilling His purpose. Are you getting this point? അന്നേരമാണ് അവന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും യേശുവിന് വേണ്ടി നിൽക്കാൻ തുടങ്ങുന്നത്. അവന്റെ കയ്യ്, അവന്റെ കാല്, അവന്റെ കണ്ണ്, അവന്റെ എല്ലാം അവന് കർത്താവ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചോദിച്ചാൽ ഇത് ഏൽപ്പിക്കുന്നതല്ല, നിന്നെ ഏത് അവസ്ഥയിലാണ് നിന്നെ നിർത്തിയിരിക്കുന്നത് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്ഫുൾനെസ് ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കാൻ സമയം കാണത്തില്ല. അവൻ ചിന്തിക്കുന്നത് മൊത്തം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്, സ്വർഗത്തിൽ എന്നെ ഇരുത്തിയിരിക്കുകയാണ്, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ വാഴുവാൻ വേണ്ടിയാണ്. I will get to the verses now. I want you to get this point quickly. So സ്വർഗത്തിൽ ഇരുത്തിയിട്ട് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയില് സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ വിട്ട ഒരു കൂട്ടം ജനമാണ് ദൈവസഭ. ഒരിക്കലും നമ്മളെ എന്തിനു വേണ്ടിയാണ് വിട്ടതെന്നുള്ള ആ പ്രാഥമികമായ ഉദ്ദേശം നഷ്ടപ്പെട്ടു പോയെങ്കിൽ you lost the purpose of your mission in this earth. Are you getting this point? Are you getting? So I was telling Serena, like Serena started going to college, said your primary mission of going to the college is to establish the kingdom there. Are you getting it? My place, I'm working for so-and-so company. My primary vision is to get the kingdom of God established there. Not people making religious or not trying to make them like a list of things to do and showing them, okay, I'm more holy than no, that's not what we're talking about. Are you getting this? The priority in life will be automatically changed. നമ്മുടെ ആ ജീവിതത്തിലെ priority change ചെയ്യണം. Priority change ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് സാധാരണ മനുഷ്യനെ പോലെ സംസാരിക്കുന്ന കാര്യം നമ്മുടെ നാവിൽ വരത്തില്ല. Are you getting this point? നമ്മൾ നാവിനെ കഴിയാനൊക്കെ സൂക്ഷിക്കാൻ നോക്കും. You can't do it. എന്നാൽ നമുക്ക് ആത്മീയമായിട്ട് കർത്താവ് നമ്മൾ എവിടെ ആയിരിക്കുന്നത് നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാവ് അതിനനുസരിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കരങ്ങൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന പേഴ്സ്, നമുക്ക് കിട്ടുന്ന പണം അതിനനുസരിച്ച് നമ്മൾ ചെലവാക്കുന്നത്. Where we look for, where I can get this money invested and get this kingdom established there. Are you getting? സഭയ്ക്ക് വന്നുപോയ ഒരു കുഴപ്പം ദേവദാസൻ ആ മീറ്റിംഗ് പറഞ്ഞത് ഇന്നത്തെ സഭയ്ക്ക് വന്നുപോയ കുഴപ്പമെന്ന് വെച്ചാൽ സഭയെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് ലോകത്തിൽ വിട്ടിരിക്കുന്നത് അത് വിട്ടുപോയി. ഈ ഭൂമിയില് കമ്മിറ്റി കളിച്ചിട്ട് ഈ ഭൂമിയിൽ നേതാവായിട്ട് കളിക്കാൻ നല്ല സഭയെ വിട്ടത്. ഇവിടെ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ആ പർപ്പസ് പൂർത്തീകരിക്കുവാൻ കുറച്ച് ആൾക്കാരെ ദൈവത്തോട് ഉപയോഗിക്കും. I believe I am in that group. ബൈബിളിനകത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് they are the overcomers. Overcomers are a group of the people in the body of Christ. They overcome him by the blood of the lamb and by the word of the testimony. അവരെ കൊണ്ടാണ് ഈ ലോകത്തിൽ കർത്താവിന്റെ സഭ കർത്താവ് പണിയാൻ പോകുന്നത്. അവരെ കൊണ്ടാണ് അന്ത്യകാലത്ത് വലിയൊരു ഗ്രൂപ്പിനെ കർത്താവിന്റെ സന്നിധി കൊണ്ടുവരുന്നത്. അതിനകത്ത് I believe I'm in that. You believe it. It's your turn to accept it and go forward. Overcomers. We are the overcomers. You're not looking at the earth and looking for the things that are not the world, not the things that is in the world. എന്തുകൊണ്ട് ലോകത്തെയും അതിനുള്ളതിനെ സ്നേഹിക്കണം പറഞ്ഞു നീ നാളെ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ലോകത്തെ സ്നേഹിക്കത്തില്ല. നീ എത്രയും പറയുന്നിടത്തോളം കാലത്ത് കൂടുതൽ സ്നേഹിക്കാനേ പോകും. പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് നിങ്ങൾക്ക് അകത്തോട്ട് ഈ ഒരു കാഴ്ചപ്പാട് കേറട്ടെ. ഞാൻ ഈ ലോകത്തിൽ ഈ മണ്ണിന് വേണ്ടി
പിടിച്ചു നിൽക്കേണ്ടവനല്ല. എന്നെ ഒരു പർപ്പസിന് വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്. എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം മൊത്തം ആ പർപ്പസിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. All the blessings, the health I have, why he is healing you, why he is blessing you, why he wanted you to walk in divine health, why he wanted to have a mind that is totally liberty. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിനായിട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത്? Why he gave you the freedom? Are you getting the point? I want you to get this. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു കഴിയുമ്പോഴത്തേക്കില്ലേ നമുക്ക് വേറെ ഒന്നും വിഷയമാക്കുന്നു. വേറെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ദൈവോട് ഒരുക്കാൻ പോകുന്നു. I see that. അങ്ങനെ ഇരുന്നോ അത് കിട്ടിയില്ല, എനിക്ക് ആ പൊസിഷൻ കിട്ടിയില്ല. Forget about all those questions. I don't care about those things. We need a group of people who are spiritual minded. There's three kinds of people. We learn about it. What is that? The natural man, carnal man, and the spiritual man. The natural man is somebody who doesn't know anything to do with God. അവനെ അറിയത്തില്ല. When I get the time, like, എന്ത് ക്ലിയറായിട്ട് പൗലോസ് ലേഖനം എഴുതിയിരിക്കുന്നത്, അവനെ നമ്മൾ ദൈവസന്നിധി കൊണ്ടുവരേണ്ടത് നമ്മുടെ ചുമതലയാണ്. ക്ലിയറായിട്ട് എഴുതുന്നുണ്ട്. അവന് ആർക്ക് കർത്താവിന്റെ മനസ്സറിഞ്ഞ് ഇവനോട് വെളിപ്പെടുത്താൻ കഴിയുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ മാൻ അവനറിയത്തില്ല. ബിക്കോസ് ഇവൻ അഞ്ച് സെൻസ് കൊണ്ട് ജീവിക്കുന്നവനാണ്. അവന്റെ 5 മണ്ഡലത്തിൽ അവൻ ചിന്തിക്കുന്നത് മൊത്തം ഭൂമിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, എന്റെ കാര്യം, എന്റെ വീട്, എന്റെ പണം, അത് മാത്രം ചിന്തിക്കുന്നവനാണ് നാച്ചുറൽ മാൻ. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ മാനെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ മാൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത എപ്പോഴും അവൻ എവിടെയായിരിക്കും എന്നുള്ളത്, എവിടെയാണ് കർത്താവ് അവനെ ആക്കിയിരിക്കുന്നത്, ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലായിരിക്കും എന്നുള്ള ആ ഒരു കാര്യം അവന്റെ തലേന്ന് പോകാതെ അവൻ അതിലാണ് നിൽക്കുന്നത്. അതിനാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ കൂട്ടായ്മ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? Why? Clearly Bible says that അലക്ഷ്യമായിട്ട് കൂട്ടായ്മ ഒരിക്കലും അലക്ഷ്യമായിട്ട് എണ്ണരുതെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്തുവാ? Because when we are in this world, we can get distracted and lost the focus of what we are, why we are here. Are you getting this point? ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാര്യങ്ങള്, ലോകത്തിൻ്റെതായ ചിന്തകള് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വ്യാപൃതരായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലായിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഓരോ പ്രാവശ്യവും നമ്മൾ കൂട്ടായ്മ കൂടുമ്പോഴത്തേക്ക്, അല്ലെ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വെച്ചാൽ റീഅലൈനിങ് ദ ഫോക്കസ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ടു, I can live for Christ. You can't do that. You cannot do that. You need to be in the body of Christ. You need to be connected with the body of Christ. അല്ലെങ്കിൽ നീ ഒരിക്കലും നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. That is how the whole thing is set up that way. What? Are you getting this? Okay. Now go down. Next question. For you are dead and your life is hid with Christ in God. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിനകത്താണ്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞാൽ ആദാമ്യ പാപത്തിൽ നിന്നുണ്ടായ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത് മരിച്ചു. ഇനി നിങ്ങൾക്കകത്തൊരു ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിന്റെ ലൈഫാണ്. When Christ, this is something so powerful, I never thought this way. When Christ, who is our life, shall appear, then you shall also appear with him in glory. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് ഞാൻ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇത് പറയുന്നത് നമ്മള് കർത്താവ് വരുമ്പോൾ നമ്മൾ തേജസ് വെളിപ്പെടുന്ന അതല്ല പറഞ്ഞിരുന്നത്. ദിസ് ഇസ് ടോക്കിംഗ് അബൌട്ട് now. നിന്റെ ജീവിതത്തില് കർത്താവ് നിന്റെ ലൈഫായിട്ട് വന്ന് നിന്റെ സോൾ ലൈഫ് എന്റേതെന്നുള്ള അത് വിട്ടിട്ട് ഫുള്ള് കർത്താവിൽ ഫോക്കസ് ആയി കഴിയുമ്പോഴത്തേക്ക് കർത്താവ് നിങ്ങൾക്കുള്ള ഒരു ഗ്ലോറിഫൈഡ് ലൈഫ് ഈ ഭൂമിയുണ്ട്. അന്നേരമാണ് നിന്റെ ചുറ്റും ആൾക്കാർ, രോഗികൾ വരാതെ നിന്നെ പറഞ്ഞ നീ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിട്ട് മാറി. നീ ജോലിക്ക് പോകുമ്പോൾ നീ അവിടെ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിരിക്കും. നീ എവിടെ പോയാലും നിന്നെ അന്വേഷിച്ച ആൾക്കാർ വരും. പറഞ്ഞാൽ The Christ who is our life shall appear, then shall you also appear with him in glory. Are you getting the point? How many of you want to live in that life with glory? Because അന്നേരമാണ് നമ്മൾ ഭൂമിയുടെ ഉപ്പായിട്ടും ലോകത്തിന്റെ വെളിച്ചമായിട്ടും എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ സോൾ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സോൾ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എന്റെ അത് വിട്ട്
കംപ്ലീറ്റ് ആയിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോഴത്തേക്കാണ് കർത്താവിന്റെ ഗ്ലോറി നമുക്ക് റിവീൽ ചെയ്യുന്നത്. ആ ഒരു ലൈഫിലേക്ക് വരാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ വിശ്വാസിയെക്കുറിച്ചും, ഓരോ വിശ്വാസമല്ല, ഓരോ വ്യക്തിയെക്കുറിച്ചും, മനുഷ്യവർഗത്തിൽ ജനിച്ച ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചാല് പുത്രനെ സ്വീകരിച്ചിട്ട് പുത്രന് വേണ്ടി പറഞ്ഞാൽ പുത്രൻ എന്ത് ചെയ്തു എന്ന് ഫിനിഷ്ഡ് വർക്ക് മനസ്സിലാകുന്നതോറും നമ്മുടെ മൈൻഡ് സബ്മിസീവ് ആയിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഫിനിഷ്ഡ് വർക്ക്? വൈ വി നീഡ് ടു കീപ് പ്രീച്ചിങ് ദ ഫിനിഷ്ഡ് വർക്ക്? എന്തുകൊണ്ടാണ് ഫിനിഷ്ഡ് വർക്ക് പ്രീച്ച് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് കൃപ പ്രീച്ച് ചെയ്യേണ്ടത്? കൃപ പ്രീച്ച് ചെയ്യുന്നതോറും, കൃപ നീ ഏറ്റെടുക്കുന്നതോറും നീ അറിയാതെ തന്നെ നിന്റെ മൈൻഡ് കർത്താവിനെ സബ്മിസീവ് ആയിട്ട് വന്നിട്ടില്ല. The more you learn the grace, the more you learn about the finished work, automatically you are getting submissive to Christ. Automatically the glory of Christ started revealing in you. So when you lay hands on the sick, you will see the healing. ഇന്ന് രാത്രി ഞാൻ പറയാം, I want you to understand that you are the light in your family. നിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ ഇപ്പോൾ ക്രിസ്തീയയുടെ ഈ ഒരു അനുഭവത്തിൽ വന്നില്ലായിരിക്കാം. പക്ഷെ ഇന്ന് നീ മനസ്സിലാക്കണം, നിന്നെ ആ കുടുംബത്തിൽ വിളക്കായിട്ട്, ലൈറ്റായിട്ട്, അല്ലെങ്കിൽ നീ ഉപ്പായിട്ട്, യു ആർ ദ ലൈറ്റ് ആൻഡ് യു ആർ ദ സോൾ ടു ദാറ്റ് ഫാമിലി. എന്ന് നീ പരിപൂർണമായിട്ട് ക്രിസ്തുവിൽ സമർപ്പിക്കാൻ തുടങ്ങുന്നത്, എന്ന് നീ ഈ പരിപൂർണ പ്രവൃത്തി, ഈ ഫിനിഷ്ഡ് വർക്കിന്റെ ആ ഒരു വെളിപ്പാടിലേക്ക് നീ വന്നു കഴിയുമ്പോഴത്തേക്ക് നീ സബ്മിസീവ് ആകും. അപ്പോ കർത്താവിന്റെ ഗ്ലോറി നിന്നിൽ കൂടെ വെളിപ്പെടാൻ തുടങ്ങും. കർത്താവിന്റെ ആ വെളിച്ചം നിന്നിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോൾ നീ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലി സ്ഥാനത്ത്, I want you to believe that. I want you to believe that. Why you are going to college? You are the light there. You are the salt there. Because without you, there is darkness. Without you, people are going to perish. Are you getting that? Are you getting that? You are the light. Because Jesus is the light in you. And you become the light. Because they cannot see the light. They cannot see Jesus, but they can see you. You are the soul. Without you, the people around you will be in darkness. Without you, the people around you are going to perish. What is the nature of the soul? One of the reasons is like preserving it. The other reason is that without the salt, there is no taste for any food. നീ ഇല്ലാതെ ഭൂമിക്ക് ഒരു രുചി ഉണ്ടാകത്തില്ല. നീ ഇല്ലാതെ, without you, your friends cannot get any taste. Without you, your family is going to decay. Without your presence, they are going to die in the darkness. So understand that it's not something somebody has to lay hands on you. It is the calling of every human being. Get to the next word. Okay, ഇനി mortify. ഇനി ഈ ഒരു പോയിന്റ് ചെറിയ Now, ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ച് seated with Christ. ക്രിസ്തുവിൽ നമ്മൾ സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം നോക്കണം. Mortify therefore your members which are upon the earth. അതെന്താ? On the earth, fornication, uncleanness, inordinate affection, evil concupiscence and covetousness which is idol. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരപ്പിക്കുകയും. ആദ്യം തുടങ്ങുന്നത് സ്വർഗത്തിലാണെന്നാ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരീരം ഭൂമിയിലാണ്. Are you getting the point clear now? സ്വർഗത്തിൽ ഇരുത്തിയിട്ട് ഭൂമിയിൽ കർത്താവ് ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടി വിട്ടിരിക്കുക. ഇനി നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ എങ്ങനെ മരവിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എങ്ങനെ മരിപ്പിക്കുന്നത്? സ്വർഗത്തിലാണെന്നുള്ള ബോധ്യം നിന്നെ എപ്പോഴും ഭരിക്കാൻ തുടങ്ങിയ. നീ ഈ ലോകത്തിന് വേണ്ടി ഉള്ളവനല്ല. ഈ ലോകത്തിൽ നീ അന്യനും പരദേശിയുമാണ്. ഈ ലോകത്തിൽ നിന്നെ ആക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ്, ഒരു സ്പെഷ്യൽ കോളിങ്ങിന് വേണ്ടിയാണ്. അത് നീ വിശ്വസിച്ച് ഏറ്റെടുക്കും തോറും നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും മരിപ്പിക്കാൻ തുടങ്ങി. Are you getting the point? So we started with heaven. That is talking about our spirit. നമ്മുടെ ആത്മാവ് സ്വർഗത്തിലാണ്, കർത്താവിനോട് കൂടിയിരിക്കുകയാണ്. എന്നാൽ ശരീരം നമ്മളെ ഭൂമിയിലോട്ട് വിട്ടിരിക്കുക.
ഇനിയും ഈ ശരീരത്തെ നമ്മൾ ഈ ഒരു ലോകത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാല്, നീ എനിക്ക് അശുദ്ധി മാറണം പറഞ്ഞ് നടക്കത്തില്ല. അതിനാണ് ദൈവം നിന്നെ ഈ ഉയരത്തിലുള്ളത് ആദ്യം കാണിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞാല് നീ എവിടെ ആണെന്ന് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തന്നെ നിനക്ക് മാനസാന്തരത്തിനുള്ള തുടക്കമായി കഴിഞ്ഞു. നീ ആരാണെന്ന്, നീ കർത്താവിൽ ആരാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കാണ് അവൻ യഥാർത്ഥ മാനസാന്തരം തുടങ്ങുന്നത്. അല്ലാതെ ഒരു 10 പ്രമാണം നിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ദുർനടപ്പ് ചെയ്യത്തില്ല, ഞാൻ വിഗ്രഹാരാധന ചെയ്യത്തില്ല, നീ അത്യാഗ്രഹം ചെയ്യത്തില്ല, ഇത് പറയുന്നവരും നീ അത് തന്നെ ചെയ്യാൻ പറ്റും. അഴികരിമായി പോകണം. എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നിനക്ക് യാതൊരു കൽപ്പനയും ബാധകമല്ലാത്തെന്ന് ചോദിച്ചാല്, നിന്നെ ഇരുത്തിയിരിക്കുന്ന അവസ്ഥ വേറെയാണ്. നിനക്കകത്ത് ക്രിസ്തു വാഴുകയാണ്. നീ ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഇനി നീ പ്രമാണപ്രകാരം അല്ല ജീവിക്കുന്നത്. ഇനിയും നീ ആരാണ്, ക്രിസ്തുവിൽ നീ ആരാണെന്ന്, നീ എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് നീ ജീവിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറയുന്നത്, ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി ഓടുന്നവര് ഇവർ ചെറിയ ആൾക്കാരല്ല, ഒരു ഏറ്റവും ഒരു ബുദ്ധിമാൻ. I see people who are looking for, short-sighted things. Oh, I want big things, I want these things in the earth. They are the foolish people because they don't have a concept about the eternity. Are you getting my point? When I compare with a lot of my friends, okay, they have gained so much, they have the property there, property here, and they have millions of whatever it's money. Does that bother me at all? It doesn't bother me anymore. It doesn't bother me anymore. Because, are you seeing my point? അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ എന്തിനു വേണ്ടി വിട്ടു? സ്വർഗത്തിൽ ഇരുത്തിയിട്ട് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിട്ടിരിക്കുന്നുള്ള ബോധം ഒരിക്കലും നഷ്ടപ്പെടും. ആ ബോധത്തിന്മേലാണ് നിന്റെ ഈ ലോകത്തിലുള്ള ഈ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, അസൂയ, ഇതിനെല്ലാം വിടുതൽ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ നീ എവിടെ ആണെന്ന് നീ ഒരു മനസ്സിലാക്കി. നീ ആരാണ്, നീ എവിടെയാണ് നിന്നെ ഇരുത്തിയിരിക്കുന്നത്, ഏതൊരു മിഷന് വേണ്ടിയാണ് നിന്നെ ലോകത്തിൽ അയച്ചിരിക്കുന്നതെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്തോറും അവന്റെ ജീവിതത്തിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. You see my point? Because you can have jealousy when your friend gets a higher position or your friend gets a bigger house or bigger than that. That is normal. Or when you get this mission, I don't care about that because I am looking at eternity. Are you seeing my point? Because I'm not looking for the next 25 years who I am, what I'm going to do. I'm looking for what I will be, where I will be, where is my eternal reward. You get my point? I want our kids to have that long-sighted vision. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങുന്നവര് ആരും ബുദ്ധിയില്ലാത്തവരല്ല, ഏറ്റവും ബുദ്ധിമാന്മാരാണ്. Because they have a long-sighted vision. അവനറിയാം ഇതൊന്നും പ്രശ്നമല്ല. അവൻ ഇന്നത്തെ വൈകിട്ട് ഒരു ദിവസം വെളിയിൽ പോയി കുറച്ച് എൻജോയ് ചെയ്യുന്നില്ല. അവനറിയാം this is where I have eternal reward. Are you seeing it? Okay, I don't have, when I see people I don't have I have this problem, that problem. I said, okay, go ahead. നമുക്ക് ആ ഫോക്കസ്, നീ ആരാണ്, നിന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് ആ ഫോക്കസ് വരുന്നോറും നിന്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാം കർത്താവിന് വേണ്ടി സമർപ്പിക്കേണ്ട, നിന്റെ ശരീരത്തിലെ ഓരോ സെല്ല്, every cell of you started shouting for Jesus. Are you saying that? Automatically you will become radical. Why Paul becomes so radical? എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിനെയും പത്രോസിനെ ക്രൂശിച്ചത് തലകീഴായിട്ട് ഡിവൈഡഡ് ക്രോസ് അല്ല ക്രൂശിച്ചത്? പത്രോസിനെ നമ്മൾ നോക്കിയാല്, പത്രോസ് ക്രൂശീകരണത്തിന് മുമ്പേ യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. അതിനുശേഷം പത്രോസല്ലേ വലയുടെ പുറകെ പോയത്. പത്രോസ് വിട്ടുപോയാണ്. How come Peter you got changed? എന്താ പത്രോസെ, എന്ത് സംഭവിച്ചു നിനക്ക്? അവന് മനസ്സിലായി യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശില് എനിക്ക് വേണ്ടി എന്തോ ചെയ്തത്. അവന്റെ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ വീതി, അതിന്റെ ഉയരം മനസ്സിലാക്കുന്നത് കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി ചെയ്തു എന്ന് നമുക്ക് വെളിപ്പാടില് അതിന്റെ ആഴം ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, oh my God, this is so much, this is so much. ആ ഒരു കാര്യം നമുക്ക് വെളിപ്പെട്ട് നമ്മുടെ ഹൃദയത്തിനകത്തൊരു വേര് പിടിക്കാൻ, അവനിൽ വേരൂന്ന് വരുമ്പോഴത്തേക്ക് automatically you become radical. You have nothing else to think. You become so radical. And I tell you one thing. And you may be working, ഞാൻ എന്റെ അനുഭവം എനിക്കറിയാം.
I'm in a very responsible position in my work. But I always what I do is on my one side is open my Bible. I'm using my laptop, my mobile phone. I keep reading. I say, oh my God, this is powerful. I'm working. നീ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നാ പറഞ്ഞത്. സങ്കീർത്തനം 1 എന്താ പറഞ്ഞിരിക്കുന്നത്? അവന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ സുഖമായിട്ടെന്ന് പറഞ്ഞു. Psalms 1. അവൻ ചെയ്യുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവന്റെ ഫോക്കസ് അവന് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണ് ലോകത്തിൽ വിടുന്നതെന്ന് ആ ഫോക്കസിൽ അവൻ ചെയ്യാൻ തുടങ്ങിയാല് അവൻ ജോലിക്ക് ആക്കിയാലില്ലേ നമ്മൾ അറിയാതെ തന്നെ ജോലിയുടെ കാര്യമാണ്. I had an audit for I think 3 weeks ago, just before our 3 days meeting. I had an audit which everything went so well. Everything went so well. I mean, it is not an easy audit. And ഞാൻ എപ്പോഴും ചിന്തിക്കും എനിക്ക് കർത്താവിൽ മാത്രമേ ഉള്ളൂ പ്രശംസിക്കാൻ. എനിക്കൊന്നും പ്രശംസിക്കാനില്ല. ബിക്കോസ് ഐ നോ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നീ മുന്നമേ അവന്റെ രാജ്യം നീ അന്വേഷിക്കുക, അപ്പൊ അതോടുകൂടി നിനക്ക് എല്ലാം ഞാൻ തരാം. Are you getting the point what I'm saying? Huh? Okay, Serena, okay. Psalms 1. Please. Yeah. Okay, take that. Okay. Right. And he shall be like a tree. This is talking about somebody who meditates the word of God day and night. ദൈവ വചനത്തെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത്. He shall be like a tree planted by the rivers of water and bringeth forth fruit in his season, and his leaf also shall not wither. And whatsoever he doeth shall prosper. Whatsoever. Are you getting my point? Not just spiritual കാര്യം അല്ല പറഞ്ഞിരിക്കുന്നത്. Whatsoever he doeth shall prosper. അവൻ ആറ്റരികത്ത് നട്ടൊരിക്കുന്നതും തക്കകാലത്തായ ഫലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇതെങ്ങനെയാണ് ഞാൻ പല പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. ഞാനിവിടെ ദൈവവചനം വായിച്ചുകൊണ്ട് ഞാൻ മെഡിറ്റേറ്റ് ജോലി ചെയ്തല്ല, സംടൈംസ് മൗണ്ടൻ പോലെ വരുന്ന വർക്കുകൾ പെട്ടെന്ന് ഐഡിയ തരുന്നത്. So maybe that should be something 3 hours ചെയ്യേണ്ട ജോലിയായിരിക്കും. 30 minutes, boom, it's done. I see it. I'm experiencing that life for at least for the last 2-3 years now. Are you seeing it? യേശുവിനെ നിന്റെ പ്രാവർത്തിക പ്രാക്ടിക്കൽ ലൈഫിൽ ഇന്ന് നീ കൊണ്ടുവരാനാണ് പഠിക്കേണ്ടത്. ഇതൊന്നും എല്ലാം ടുമോറോ അല്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ എഴുതപ്പെടുന്നില്ല. ഇന്ന് ടുഡേ നിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്റെ ജോലിയിൽ കർത്താവ് ഐ ആം എംപ്ലോയിങ് യു ഇൻ മൈ ലൈഫ്. ഐ വാണ്ട് ടു സീ യുവർ ലൈഫ്, യു ഫിനിഷ്ഡ് വർക്കിന്റെ ബെനിഫിറ്റ് ഇന്ന് എന്റെ ജോലിയിൽ എനിക്ക് കാണണം, ഇന്ന് എന്റെ കുടുംബജീവിതത്തിൽ കാണണം, ഇന്ന് എല്ലാ ഏരിയയിലും കാണണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ. Okay, now let me go quickly to പെട്ടെന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. Okay, Colossians. Okay, now നീ Romans 8:20. Let's go quickly. ഇനി നമ്മൾ നോക്കണം എന്തുമാണ് സൃഷ്ടി മൊത്തം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളും തേജസ്കീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ഈ ലോകത്തിലുണ്ട്. യേശുവിന്റെ ലൈഫ് നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങുന്നു. പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഞാൻ എന്റേത് വിട്ട് ആ സോൾ ലൈഫ് കംപ്ലീറ്റ്ലി കർത്താവിൽ സബ്മിസീവ് ആയി കഴിയുമ്പോൾ യേശുവിന്റെ ലൈഫ് എന്നിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ആ തേജസ്സിന്റെ ശുശ്രൂഷ നമ്മൾ വെളിപ്പെടാൻ പോകുന്നത്. തേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങുന്നത് ഞാനെന്ന് പറയുന്ന ആ വ്യക്തി ഒന്നുമില്ലാതെ കർത്താവിൽ സബ്മിസീവ് ആയിട്ട് ക്രൈസ്റ്റ് എന്നെ കൊണ്ട് ലീവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇറ്റ്സ് നോ ലോnger I who live, but Christ live through me. ഞാനല്ല നീ ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തു എന്ന് നിന്നിൽ ജീവിക്കാൻ തുടങ്ങുന്നു, അന്ന് നിന്റെ ജീവിതത്തിൽ തേജസ്സിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ തുടങ്ങും. Using that, it's not something that some people are anointed to do that. No. You ക്രിസ്തു എന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു പറഞ്ഞാൽ എന്ന് നീ എന്നുള്ള ആ വ്യക്തിത്വം മാറിയിട്ട് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു റെവലേഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ വ്യാപരിക്കാൻ തുടങ്ങും. അന്നേരമാണ് യു ബിക്കം ദ ലൈറ്റ്, യു ബിക്കം ദ സോൾട്ട്. അതുവരെ നമ്മൾ ഞാൻ ഈ പറഞ്ഞത്, ഞാൻ 10 വർഷങ്ങളായി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇതും വ്യാപരിക്കുന്നില്ല, ഇതെന്താ വ്യാപരിക്കാൻ? നീ
വ്യാപരിക്കാത്ത ഒരൊറ്റ കാര്യം വ്യാപരിക്കാത്ത നമ്മൾ എനിക്കെന്തോ കിട്ടും. ഇത് സെൽഫ് സെന്റേർഡ്നെസ്. ആ സെൽഫ് സെന്റേർഡ്നെസ് മാറി കഴിയുമ്പോഴത്തേക്ക് കർത്താവിന്റെ ആ ഗ്ലോറി നമ്മൾ വ്യാപരിക്കുന്നത്. ആ ഗ്ലോറി വ്യാപരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കൊണ്ട് മാത്രമേ കർത്താവിന് ഈ സഭ പണിയാൻ പറ്റുള്ളൂ. ഈ സഭയുടെ ആ ഒരു ഗ്ലോറിയസ് ചർച്ച് വരാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു ഗ്ലോറിയസ് ചർച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ലോകം. ആ ഗ്ലോറിയസ് ചർച്ച് വരുന്നതെന്ന് ചോദിച്ചാൽ people who are glorified, they understand it's no longer them who is living, it is the Christ who lives them. So each person gets glorified and they shall see the glorified church. Okay, ഇത് നോക്കണേ. For the creature was made subject to vanity, not willingly but reason for whom has subjected to the same law. സൃഷ്ടി ദ്രവത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തോ ഈ സൃഷ്ടികൾ മൊത്തം വെയിറ്റ് ചെയ്യുന്നത്. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഔട്ട്സൈഡ് what you are seeing. എല്ലാ സൃഷ്ടിയും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. What are they waiting? When are you going to get the glorified level? Can you believe that? And sometimes I look at like when I go out and I see that all these trees, all these things are saying that why are you waiting? What are you doing, man? Even I believe they know it. What are you doing? You're looking more on the earthly things and you're trying to grab everything and trying to earn everything and you think you're a successful person in the world. No. We wanted your glorification for our deliverance. Hope you got it. Yeah. Are you getting it? Srishti ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. The creation is waiting for the manifestation of the sons of God. Now, it's talking about now. Says groaning. Are you getting it? അപ്പൊ ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പറഞ്ഞാൽ നമ്മളെ കർത്താവ് വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ളത് മൊത്തം കർത്താവിന്റെ എല്ലാം നമുക്ക് തന്നിട്ട് പറയാം ഇതാണ് this is what you're going to do. Okay, now I'm going to the Genesis. Let's go quickly. Okay, Genesis 1:26. This is the cardinal as we're going to. Because I didn't want to start from Genesis because God has showed me something. Stay on Pauline epistle. പൗലോസിന്റെ ലേഖനങ്ങൾ ഇനി നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും I will try to start from the Pauline epistle, then only I will go back if I need it. Okay, ഇനി ഇവിടെ ഒരു കാര്യം നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ എന്തിനു വേണ്ടിയാ നമ്മളെ സ്വർഗത്തിലാക്കിയിട്ട് ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഒരു എർത്തിങ് സൂട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ശരീരത്തിന്റെ മേലെ ഉള്ള പാപത്തിന്റെ പ്രവൃത്തികള് അവിടെ ഈ മോഡിഫൈഡ് എങ്ങനെയാണ് അതിനെ മരിപ്പിക്കുന്നത്? പ്രമാണം കൊണ്ടാണ് മരിപ്പിക്കുന്നത്. എങ്ങനെ നമ്മൾ അതിനെ മരിപ്പിക്കുന്നത്? നീ ആരാണെന്നുള്ള ബോധ്യം നിനക്ക് അകത്തോട്ട് വരുന്തോറും, ക്രിസ്തുവിൽ നിന്റെ വേര് ആഴത്തിൽ ഇറങ്ങും തോറും, നീ ആരാണെന്ന് നീ വെളിപ്പെടും തോറും ഈ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറും. നിനക്ക് അസൂയൊന്നും, നിനക്ക് ആരുടെ അസൂയില്ല, നിനക്ക് ആരുടെ ഒരു പ്രശ്നമില്ല. കാര്യം നിന്റെ കോളിംഗ്, നിന്റെ തിങ്കിങ് ഈസ് ഹയർ. ബിക്കോസ് നമുക്കിപ്പോ വേറൊരാൾ നമുക്കെതിരായിട്ട് എഴുതി, നമുക്കെതിരായിട്ട് ചില കാര്യങ്ങള്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങള്, എന്താ പറയുന്നത്, ഫോൾസ് ആയിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു വന്നു. I don't care about that. I don't have time to do that. Are you saying that? When you are busy, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ബിസി ആയിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കെയർ ചെയ്യും. I don't have time for that. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ കോളിംഗ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ I don't have time for. Okay, നീ എന്നെ കള്ളെന്ന് വിളിച്ചു, അല്ലെങ്കിൽ നീ പറഞ്ഞു ഞാൻ മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു. Okay, I don't have time. Okay, go do whatever you want. നീ എന്താ വേണമല്ലോ എന്നെ കുറിച്ച് എഴുതി വെക്കോ, എന്നെ കുറിച്ച് എന്താ വേണമല്ലോ അത്യാധി പറയോ, എനിക്ക് അതിന് സമയമില്ല ഇപ്പൊ. ബിക്കോസ് I am on a mission. Okay, നീ ഒന്നും നേടിയില്ല. ഓക്കെ, നീ ഒന്നും നേടിയില്ല. ഓക്കെ, എന്നെ നോക്കും, ഞാനെല്ലാം നേടി. ഓക്കെ, എനിക്കതിന് സമയമില്ല പോലെ. I don't have time. Okay, now ഇനി 31 മനുഷ്യനെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ കാര്യം മനസ്സിലായെങ്കിലേ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇവിടെ നോക്കണേ, ദൈവം പറയുന്നു, let us make man in our image, in our likeness, and let them have dominion over the fish of the sea. ആദ്യമേ നോക്കണേ, let us create man
in our image, in our likeness, and let them have dominion. Are you want to underline that one? Dominion. മനുഷ്യനെ എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചത്? Dominion. King അകത്ത് വന്നിട്ട് കിങ്ങിന്റെ ഡൊമിനിയൻ. That is kingdom of God. Are you going to get this point? Dominion. ഇത് മനുഷ്യനെ കൊണ്ട് ഉൽപ്പത്തി 1 ദൈവവചനത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ പറയാം. നമുക്ക് അവനെ സൃഷ്ടിക്കാം. In our image, in our likeness, and let them have dominion over the fish of the sea, over the fowl of the air, over the cattle, over all the earth, and over every creeping thing that creepeth upon the earth. നോക്കിക്കേ, അപ്പൊ ഇതൊന്നും നോക്കിയാലേ, എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ. ആദ്യം ഒരു ഇഴജാതി വാഴുവാൻ വെച്ചിരുന്ന ഇഴജാതിയാ അവനെ വീഴ്ചത്. പാമ്പ് ഇത് ഇഴജാതിയാ. ആ ഇഴജാതിയെ വാഴുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ ഇഴജാതിയാണ് മനുഷ്യനെ വീഴ്ചത്. അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലായി. ഡൊമിനിയൻ, ഡൊമിനിയൻ. അവൻ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ മനുഷ്യനെ എന്താ സൃഷ്ടിച്ചത്? വാഴുവാൻ. എന്നെ നിന്നെ കർത്താവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് വാഴുവാൻ. ഇത് തന്നെ വീണ്ടും ഒറിജിനൽ ക്രിയേഷന്റെ പർപ്പസ് ഒന്ന് മനസ്സിലാക്കണം. Okay, now, and God blessed them, and God said unto them, be fruitful and multiply, replenish the earth, subdue and have dominion over the fish of the sea, and over the fowl of the air, and over every living that moveth upon the earth. Again, are you getting the point? So, മനുഷ്യനെ സൃഷ്ടിച്ചത് വാഴുവാൻ, വീഴുവാനല്ല, വാഴുവാൻ. സകല ഇഴജാതികളുടെ മേലും വാഴുവാനാണ് അവനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇഴജാതിയാണ് അവനെ വീഴ്ചത്. അപ്പൊ ഇന്ന് നമ്മുടെ മുമ്പിൽ വാഴുവാൻ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറകെ പോയ നീ വീഴും. പണം നിനക്ക് തന്നത് പണത്തിന്റെ പുറത്ത് നീ വാഴാനാ, അല്ലാതെ പണത്തിന്റെ പുറകെ ഓടാനല്ല. അതിന് നിന്റെ മേൽ കർത്തൃത്വം എടുക്കരുത്. ദാറ്റ് ഈസ് ഫോർ എ പർപ്പസ്. ഇതെല്ലാം ഒരു പർപ്പസിന് വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. വീട് നിനക്ക് തന്നത്, ആ വീടിന്റെ മേലെ നീ അതിന്റെ കയറി അത് നിന്നെ വാഴാൻ ഒരിക്കലും അനുവദിക്കരുത്. ജോലി നിനക്ക് തന്നു, നല്ല ജോലിയാ, അത് നിന്നെ വാഴുവാൻ അനുവദിക്കരുത്. നീ അതിനെ വാഴുവാൻ അനുവദിച്ചാൽ നിന്നെ വീഴിക്കും. പോയിന്റ്. വാഴുവാൻ, ഇടജാതിയുടെ മേൽ വാഴുവാൻ പറഞ്ഞിരുന്നതായ ആദാമിന് എന്തിനാ അവൻ പറഞ്ഞത് കേൾക്കാൻ പോയത്? നീ അവനെ വാഴേണ്ടത്, നീ അവന്റെ വാഴേണ്ടതിന് അവൻ പറഞ്ഞതിനാ നീ ഏറ്റെടുക്കാൻ പോയത്. ഒരു പൈസ നിന്നോട് പലതും പറയും, ജോലി നിന്നോട് പലതും പറയും. അതൊന്നും നിന്നെ വാഴുവാൻ അനുവദിക്കരുത്. വാഴുവാൻ ഒരിക്കലും അനുവദിക്കരുത്. നമ്മുടെ ലോകത്തിലുള്ള ഒരു കാര്യവും നമ്മൾ വാഴുവാൻ അനുവദിക്കരുത്. വാഴുവാൻ അനുവദിച്ചാൽ നീ വീഴും. അധികം താമസിയാൽ നീ വീഴും. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് മിനിസ്ട്രി നിൽക്കുമ്പോൾ പണം നിന്നെ വാഴാൻ ഒരിക്കലും അനുവദിക്കരുത്. പൊസിഷൻ നിന്നെ വാഴാൻ ഒരിക്കലും അനുവദിക്കരുത്. ഒരു കാര്യവും നിന്നെ വാഴാൻ അനുവദിക്കരുത്. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ആരെന്റെ കുടുംബത്തിൽ ദേവദാസന്മാർ ആര് കടന്നാലും ഞാൻ ഈ രണ്ട് കാര്യം വാച്ച് ചെയ്തു. അത് ഫുഡ് നിന്നെ വാഴുവാനാണ്. ചിലർക്കൊണ്ടങ്ങ് ഫുഡിനോടുള്ള പ്രീതി, ചിലർക്ക് പണത്തിനോടുള്ള പ്രീതി, ചിലർക്ക് അത് ഞാൻ വാച്ച് ചെയ്യും. ഐ വാണ്ട് ടു സീ ദാറ്റ്. ഇതിന് കുറച്ചുനാൾ നിൽക്കുകയോ ഇല്ലെന്ന് എനിക്ക് അറിയണമല്ലോ. ഇതേതെങ്കിലും നിന്നെ വാഴുന്നുണ്ടെങ്കിൽ ഈ വീട് ഉറപ്പാ. ഓക്കെ, let's get to the okay. ഇനിയും ജനസിസ് 2:7 2:7 close it soon. ഇനി നമ്മള് ഒരു ആഴത്തിലുള്ള ചില കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലായി, ഒരു സംശയവും ഇല്ല, നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ല, ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ, സബ്ഡ്യൂ ആൻഡ് ഡോമിനേറ്റ് ദി എർത്ത്. ഇതാണ് നിന്നെ ദൈവത്തിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഗോഡ് ഹാസ് നെവർ ചേഞ്ച്ഡ് ഹിസ് പ്ലാൻ അബൌട്ട് ദി ഹ്യൂമൻ റേസ്. എന്നാ ഈ ചർച്ചിന് ചേഞ്ച് വന്നത്? എവിടെയെങ്കിലും ഒരു അല്പം നടത്തി കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് റോങ് ടീച്ചിങ് എന്ന് വന്നു. How can you read the Bible? If you read the Bible, how can you say that when there is
അന്ത്യകാലത്ത് എന്താ പറയുന്നത്, എവിടെ ഒരു രോഗശാന്തിയോ എവിടെയെങ്കിലും ഒരു ഭൂതശാന്തിയോ നടന്നാ പറയാം, അന്ത്യകാലത്ത് അനേകര് വന്ന് വീര്യപ്രവൃത്തികൾ ചെയ്യും, അവരെ ഞാൻ അറിയുന്നേ ഇല്ല. യേശു വന്നപ്പോഴാണ് നിന്റെ വാഴുവാനാണ്. വാഴാൻ വേണ്ടി സൃഷ്ടിച്ച വീട് പോയപ്പം ആ വീഴ്ചക്കകത്തൊരു 4000 വർഷം മാനവജാതിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന വാഴുവാൻ വേണ്ടി സൃഷ്ടിച്ച ആദാമ്യ വർഗം വീണ് പോയപ്പോ വീഴ്ചക്കകത്തൊരു 4000 വർഷം ഐ തിങ്ക് ഇറ്റ് 4000 years മാനവ ജാതിക്ക് നഷ്ടപ്പെട്ടു പോയി. ആ വീണ് പോയ മാനവ വർഗത്തിനകത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടായി. ആ മൈൻഡ് സെറ്റ് ആണ് ലോകം. ഞാനെല്ലാം വീണ് പോയി. ആ സഭ ആ മൈൻഡ് സെറ്റ് ഇരിക്കേണ്ടവനല്ല. സഭ അത് വിളിച്ചു പറയുകയാണെങ്കിൽ ഈ ലോകക്കാരെ പോലെയായി. നീയും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ലോകവും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഇറ്റ്സ് എ തിങ്കിങ്. നീ വീണ്ടും വാഴുവാൻ നിന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. കർത്താവിൽ നിന്നെ ആദാം ഏദൻ തോട്ടത്തിൽ വീണ് പോയെങ്കിൽ യേശു ക്രിസ്തുവിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് സ്വർഗത്തിൽ ഇരുത്തിയിട്ട് നിന്നെ ഇപ്പൊ വീണ്ടും ഭൂമിയിലോട്ട് വാഴാൻ വിട്ടിരിക്കുക. 4000 വർഷത്തെ പഴയ നിയമത്തിനകത്ത് കിടന്ന് ഉരുളാതെ അതിനകത്ത് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിന്റെ പൂർത്തീകരണ പ്രവൃത്തിക്കകത്ത് വീണുപോയ നിന്നെ വീണ്ടും സ്വർഗത്തിൽ ഇരുത്തിയിട്ട് വാഴുവാൻ വീണ്ടും വിട്ടിരിക്കുകയാണ്. എന്നത് മനസ്സിലാക്കുക സഭ. വാഴുവാൻ വേണ്ടി നിന്നെ വിട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ അനേകരുടെ മുമ്പിൽ നിന്നെ ആണെങ്കിൽ ഉപ്പായിട്ട് വിളക്കായിട്ട് ശോഭിക്കുവാൻ നിന്നെ ആക്കിയിരിക്കുകയാണ്. നീ മറ്റുള്ളവരുടെ പുറകെ പോകരുത്. നിന്നെ ലോകത്തിലുള്ള ഒന്നും തന്നെ നിന്നെ വാഴുവാൻ അനുവദിക്കും. നീ അതിനെ വാഴണം. അത് നിന്നെ വാഴുവാൻ തുടങ്ങിയാൽ നിന്നെ വീണിക്കും. ഇന്നലെ നീ നാളെ നീ വീണു. The Lord God formed the man of the dust of the ground and breathed into his nostril and the breath of life, and the man became a living soul. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം മോദി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ചിന്തിച്ചു നോക്കണേ. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തിട്ട് ദൈവം മനുഷ്യനെ ഫോം ചെയ്തു. Out of the dust of the earth, he formed man's body. നമ്മുടെ ശരീരം ഈ ലോകത്തില് മണ്ണിൽ നിന്നെടുത്ത് ദൈവം ഫോം ചെയ്തു. അപ്പം dust from the earth, from beneath, and then on that body, which is out of the dust, he breathed the breath of life. അവൻ തന്റെ ജീവന്റെ ശ്വാസം ആ ശരീരത്തിലോട്ട്. അന്നേരം ജീവനില്ല, ആ മട്ട് ഒരു സ്റ്റാച്യു പോലെ ഇങ്ങനെ കിടക്കുക. ദൈവം ഊതിയപ്പോ man become a living soul. Now you see that? This is where I want you understand. So മനുഷ്യന് ഒരു ശരീരമുണ്ട്. മനുഷ്യന്റെ ദൈവത്തിൽ നിന്ന് വന്ന ശ്വാസം, the breath of life, that is man's spirit. I want you to get this point. Okay, ഇത് ശരിയായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ദൈവം ആദാമിൽ ഊതിയപ്പം ആ ഊതിയതാണ് മനുഷ്യന്റെ ആത്മാവായിട്ട് വന്നത്. അത് ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് നെക്സ്റ്റ് ടൈം ഔട്ടേക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് ഒരു കാര്യം പറയുന്നുണ്ട്. പ്രാണനാഥന്റെ ജീവശ്വാസം എന്റെ ആത്മാവായി പരിണമിച്ചെന്ന് പറഞ്ഞു. അതെന്റെ ജീവനായിട്ടാണ് ഇയ്യോബ് പറയുന്നത്. പിന്നെ ശരീരം മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവം തന്റെ ശ്വാസത്തെ ആദാമിലോട്ട് ഊതിയപ്പം ആഡം become a living soul. അപ്പൊ 3 കാര്യമുണ്ട് ആദാമിന്. എന്തൊക്കെയാ പറയുക? spirit from above, body from beneath, and he has a soul that couples spirit and body. Are you getting my point? അപ്പൊ അവനെ ശരീരം ഭൂമിയിൽ നിന്ന് എടുത്തു. Out of the dust of the earth, God formed എന്നാണ്. എന്നിട്ട് അതിനകത്തോട്ട് he breathed his breath of life into Adam. Adam became a living soul. This is very important for us. Living soul എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവന് 3 ഘടകമുണ്ട്. ദൈവത്തിനൊരു തൃത്വം ഉള്ളതുപോലെ തന്നെ മനുഷ്യർക്ക് ഒരു തൃത്വമുണ്ട്. ആത്മാവ്, ദേഹി, ദേഹം. ആത്മാവ്, ദേഹി, ദേഹം. ദൈവം, ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ മനുഷ്യന് ഒരു തൃത്വമുണ്ട്. അതാണ് ആത്മാവ്, ദേഹി, ദേഹം.
ഇനിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദേഹത്തിനകത്ത് ഈ നമ്മുടെ ബോഡിക്ക് എത്ര സെൻസസ് ഉണ്ട്? 5. 5 സെൻസ്. അതേതൊക്കെയാന്ന് പറയാം. ടച്ച്, നമ്മള് സ്മെൽ, മൂക്കുകൊണ്ട് അല്ലെ നോസ്ട്രിൽസ് കൊണ്ട് we get the smell, that's one sense. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, നാക്കുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നമ്മുടെ ഫീൽ ചെയ്യുന്നു, സെൻസിറ്റീവ് നമ്മുടെ സ്കിന്ന് കൊണ്ട്. അപ്പൊ 5 മണ്ഡലം. ഈ 5 മണ്ഡലം എന്തിനാ വരുന്നതാണ്? സോ കണ്ണുകൊണ്ട് കാണുന്നു, with the eyes we see, with ears we hear, with our taste buds we taste, with our skin we feel. What are these things? ഇതെന്താ? Okay, now we have to see that. 2 ലോകങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാ മനുഷ്യൻ. 2 ലോകങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യന്. ഭൗതിക ലോകവും ആത്മീക ലോകവും ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഭൗതിക ലോകം, physical world and the spiritual world. Just before I opened that verse, Colossians 2:3 started with, we are in the heaven in a spiritual way, but we are on the earth. ഭൗതിക ലോകം, ആത്മീക ലോകം. Are you connecting the point? 2 ലോകങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. 2 ലോകങ്ങൾക്ക്. ഭൗതിക ലോകം അവന്റെ ശരീരം കൊണ്ട് ഭൗതിക ലോകത്തെയും അവന്റെ ആത്മാവ് കൊണ്ട് ആത്മഗോളത്തിൽ ഇരുന്നു കൊണ്ട് ആത്മഗോളത്തിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഭൗതിക ലോകത്തെ ഡോമിനേറ്റ് ചെയ്യാൻ അവനെ സൃഷ്ടിച്ചത്. ഒഴികെ പോയിന്റ്. ആത്മലോകത്തിൽ അവൻ ഇരുന്നു കൊണ്ട്, ആത്മലോകത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്നു കൊണ്ട്, ദൈവത്തിൽ കൂടെ ഭൗതിക ലോകത്തെ കൺട്രോൾ ചെയ്യാൻ, ഡോമിനേറ്റ് ചെയ്യാൻ, റൂൾ, reign, multiply, replenish. This was God's plan. I mean, if you're getting it. Are you getting it? So, 2 ലോകങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. I already explained that one in Colossians 3. You're seated with Christ in the heavenly place. That's talking about your spirit. But you're in the earth. 2 ലോകങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. 2 ലോകം. ആത്മീകൻ എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ദൃശ്യം മൊത്തം ആത്മമണ്ഡലത്തില. അവന് ഭൂമിയിലുള്ള കാര്യങ്ങൾ അവന്റെ ഒരു പർപ്പസിന് വേണ്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരാള് US-ന്റെ അംബാസഡർ ഇപ്പൊ പാകിസ്ഥാനിൽ പോവാ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോവാ, അവനെ വിട്ടിരിക്കുന്ന ഒരു പ്രത്യേക മിഷന് വേണ്ടിയാ. ഒരു സ്പെഷ്യൽ പർപ്പസ് കഴിയുമ്പോൾ അവൻ അവിടെ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി കൂടാരം ഉണ്ടാക്കി അവിടെ ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ നോക്കത്തില്ല. ബിക്കോസ് he is there for a special purpose. It's only for a short period of time. Are you getting it? Are you getting the mind? അതുപോലെ ഈ എബ്രായർ 11-നുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടികയ്ക്കകത്ത് എല്ലാ വിശ്വാസ വീരന്മാരുടെയും ചിന്താഗതിയായിരുന്നു, we are here for a short period of time. We are sojourners in the earth. We have been here to fulfill a plan and the purpose of God. Okay? Now, ഇനിയും നോക്കണം. അപ്പൊ ഞാൻ 3 കാര്യം പറഞ്ഞു. മനുഷ്യന് 3 കാര്യങ്ങളുണ്ട്: ആത്മാവ്, ദേഹി, ദേഹം. ഭൗതിക ലോകത്തെ, how is going to face the world, the physical world, through the body. How he is getting things from God to the spirit. And then what is the function of soul? ഈ സോളിന്റെ പരിപാടി എന്താ? ഇതിനെ 2ഉം കൂടെ കപ്പിൾ ചെയ്യുന്നതാണ്. ഈ 2നെയും കൂടെ പിടിച്ചു നിർത്തുന്നത് സോൾ എന്ന് പറയുന്ന ഒരു കാര്യം. ആ സോൾ എന്ന് പറയുന്നതാണ് മൈൻഡ്, വില്ല്, ഇമോഷൻസ്. പറഞ്ഞാല് ഒരു സൈഡിൽ വെള്ളം, ഒരു സൈഡിൽ എണ്ണ. ഇത് 2 കൂടെ മിക്സ് ചെയ്തില്ല. വെള്ളവും എണ്ണയും കൂടെ മിക്സ് ചെയ്തു. ഏതെങ്കിലും സാധനം അതിനകത്ത് ഒഴിച്ചെങ്കിൽ, ഇപ്പൊ ഞാൻ കെമിസ്ട്രി ഇല്ലാത്ത എനിക്കറിയാം, അതിനകത്തൊരു സോൾവെന്റ് ഒഴിച്ചാൽ മതി, ഇത് 2 കൂടെ മിക്സ് ആവും. സോൾവെന്റ് എന്ന് പറയും. അപ്പൊ പറഞ്ഞാൽ ഈ സോൾവെന്റ് പോലെ ഈ സോൾ ഇരിക്കുന്നത്. പറഞ്ഞ ഇത് 2 മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗീയന് ഭൂമിയിലുള്ളതിനകത്ത് അവന് ഇൻട്രസ്റ്റ് വരത്തില്ല. അപ്പം ഇത് 2ഉം കൂടെ ഇടയ്ക്ക് നിൽക്കുന്നതാണ് സോൾ. ഈ സോളിനകത്തൂടാണ് മൈൻഡ്, വില്ല്, ഇമോഷൻസ്. ഈ സോൾ കൊണ്ടാണ് അവന് ഏത് മണ്ഡലത്തിൽ നിൽക്കണമെന്ന് മനുഷ്യൻ തീരുമാനം എടുക്കുന്നത് സോളിൽ കൂടെ. മനുഷ്യന് ഫ്രീ വില്ല് ദൈവം കൊടുത്തു. നിനക്ക് ചൂസ് ചെയ്യാം. I'm getting some big points here. നിനക്ക് ചൂസ് ചെയ്യാം.
I give you the access to the spirit realm, the entire heaven, through your spirit. And I have access to the physical world. Your body has 5 senses. And now I'm giving you a soul. The soul will decide which world you want to believe. Are you getting my point? About mind, will, and the emotions. Appo ee will inde joli enno? Will is the decision maker. Will ingane nikkuva. Appo ippurathe heaven aanengil, ആത്മമണ്ഡലം aanengil, ippurathe earth. Appo engane cheyal will ennu parnale will ingottu povam, will ingottu povam. ആത്മീകൻ എപ്പോഴും എങ്ങനെയാണെന്ന് ചോദിച്ചല്ലേ, ഇവിടെ നിൽക്കുന്നു. അവൻ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവന് ഇവിടെ ഒരു പ്രോബ്ലം വരുമ്പോൾ അവൻ ഇവിടുന്ന് ആൻസർ കണ്ടുപിടിക്കും. അവൻ ഇവിടെ നിൽക്കുന്ന അവൻ വേറൊരു ലോകത്തിലാണ്. അവന്റെ കണ്ണു മൊത്തം ഈ ലോകത്തിലല്ല. അവൻ ആത്മമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടാണ് അവന്റെ സൊല്യൂഷൻ മൊത്തം കാണുന്നത്. ഓക്കെ, ഇനി ഞാൻ അഞ്ച് സെൻസസ് എന്ന് പറഞ്ഞാൽ they are 5 gates. Think it as 5 gates of collecting information. ഈ ലോകത്തിലുള്ള 5 സെൻസ് എന്ന് പറയുന്നത് through those 5 senses are 5 gates that you collect information into the mind which is of the soul. അപ്പം ഒരിടത്ത് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുക, പെട്ടെന്ന് ഒരു കരിഞ്ഞ മണം അടിക്കുന്നു. So you got it, you sensed through one of your sense and you said, oh, something is കരിഞ്ഞു, ഇവിടെ എന്തോ കരിഞ്ഞു. So ഉടനെ അവൻ ഭൗതികം കണ്ടെത്തി, okay, I have to do something there, maybe something is wrong there. അവൻ കണ്ടില്ല, ആ സെൻസിൽ കൂടെ അവൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് മനസ്സിനകത്ത് വന്നിട്ട് മനസ്സിനകത്ത് സോളിനകത്ത് വില്ല് പറയും, now you have to go up, check whether something is going wrong. Are you seeing? അന്നേരം ഭൗതിക മണ്ഡലത്തിൽ whatever is wrong, ഏതൊക്കെയാണ് റോങ് ആയിട്ട് കിടക്കുന്നതെന്ന് അവന് 5 സെൻസിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. Okay, if something is smelling bad, we know there is something, ഇവിടെ എന്തോ ഒരു ഡെത്തോ ഡീക്കേയോ അല്ലെങ്കിൽ എന്തോ ബേൺ ചെയ്യും. അപ്പോഴത്തേക്ക് ഉടനെ എന്താ പറയുക, ഈ ബോഡി വെച്ച് നമ്മൾ അത് സെൻസ് ചെയ്ത് പറയണമെന്ന് I have to go check it. അപ്പൊ 5 സെൻസ്, അപ്പൊ തന്നെ കണ്ണുകൊണ്ട് ചിലത് നമ്മൾ കാണും. അപ്പോൾ നമുക്കറിയാം, ഓക്കെ I saw this, so I need to take a decision. So അപ്പൊ ചില കാര്യങ്ങള് ഭൂമിയിൽ ഇപ്പം മേളില് ഒരു പ്രോബ്ലം, അപ്പൊ പറഞ്ഞാൽ അത് ഫിസിക്കലി ഞാൻ ഈ ഫിസിക്കൽ റൂമിൽ ക്ലോസ് ചെയ്യേണ്ട കാര്യമാണ്. അത് അന്നേരം വിടുന്നില്ല, കർത്താവെല്ലാം ക്രമീകരിച്ചോളെന്ന് പറഞ്ഞിരിക്കാനില്ല. ചിലർക്ക് വരുന്നൊരു കുഴപ്പം, ചൂമച്ചങ്ങ് ആത്മീയമായിട്ട് എല്ലാം ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അവിടെ കേട്ടുപോയി പറഞ്ഞാൽ നമ്മൾ ബാങ്കില് നമ്മൾ നോക്കുമ്പോൾ അക്കൗണ്ട് ഒന്ന് 0 ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ കർത്താവ് എല്ലാം തന്നോണ്ടിരിക്കും. ഓക്കെ, നീ അതുകൂടെ ക്രമീകരിക്കേണ്ട ആവശ്യം. നീ ഫിസിക്കൽ റൂമിൽ നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. നീ പോയി തൂർത്തടിച്ചിട്ട് അതെല്ലാം കർത്താവ് അടുത്ത ആഴ്ച കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന that's foolishness. That's not faith. Okay, അത് മനസ്സിലാക്കണം. ഓക്കെ, the thing now is, അപ്പൊ നമ്മള് ഫിസിക്കലി നമുക്ക് 5 സെൻസ് തന്നിരിക്കുന്നത്. There are 5 gates where we collect information into our mind which is of the soul, and based on the information that we collect, our will go this direction or this direction. You get it? Now, ഇനി പൂർത്തീകരണ പ്രവൃത്തി അറിയും തോറും എന്തോ സംഭവിക്കുന്നു വെച്ചാൽ the will start moving this direction. Every time you hear the finished work of Jesus on the cross for you, you know that, oh my God, my source is over here. I'm not depending on this side. Are you getting it? ഞാൻ ഭൗതിക മണ്ഡലത്തിലാണ് എന്റെ ആൻസർ. ആ ഭൗതിക മണ്ഡലത്തിൽ ആത്മീക മണ്ഡലത്തിലാണ് എന്റെ ആൻസർ. അപ്പൊ ഭൗതിക മണ്ഡലത്തിലുള്ള പറഞ്ഞ രോഗം, യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ രോഗം വഹിച്ചു യേശുക്രിസ്തു. അപ്പൊ ആത്മമണ്ഡലത്തിൽ ഫിനിഷ്ഡ് വർക്കിൽ കർത്താവ് എന്തോ ചെയ്തെന്ന് നീ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ ലോകത്തിൽ നിനക്ക് പ്രശ്നം വരുമ്പോൾ യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ an answer from the world, you're looking in the spiritual realm. Okay? So I'm going to get to the next point and we'll close it. Okay? Now, ഇനിയും അപ്പൊ ലിവിങ് സോൾ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? മനുഷ്യൻ ലിവിങ് സോളേ ആയിട്ടുള്ളൂ. ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രീ വിൽ. മനുഷ്യൻ നിനക്ക് ചൂസ് ചെയ്യാം. നിനക്ക് ആത്മമണ്ഡലത്തിൽ വേണമെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെ ഭൗതിക മണ്ഡലത്തിൽ വേണം നീ പോകും. നീ ആത്മീകനാകണോ, പ്രാകൃത മനുഷ്യനാകണോ, അല്ലെങ്കിൽ കോമൺ മാൻ ആകണോ, ഇറ്റ് ഇസ് യുവർ ചോയ്സ്. ഈ കാണൽ മാൻ ആണ് ബിഗസ്റ്റ് പ്രോബ്ലം. അവൻ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അത് അങ്ങനെയുള്ള ഈ ചർച്ചയിൽ നടക്കുന്ന മുക്കാലും ഇരുവള്ളത്തെ കാലം കിട്ടുന്നില്ല. അവരെ ഏറ്റവും ഡേഞ്ചർ. അപ്പം എന്തും ചോദിച്ചാല്, അപ്പം നമ്മള് ദൈവത്തിന് ഒരു കാര്യം ലോകത്തിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആത്മീയനെ കൊണ്ടേ പറ്റത്തുള്ളൂ. നാച്ചുറൽ മാനെ കൊണ്ട് പറ്റത്തില്ല.
ഭൗതികൻ കാണൽ മാനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അവൻ അതിനനുസരിച്ച് മാറിക്കൊണ്ട് അവൻ അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. അവനാണ് ഏറ്റവും പ്രോബ്ലം. അവനെയാണ് ദൈവസന്നിധിയിൽ ഈ കാര്യം വെളിപ്പെടുത്താൻ വലിയ പാടാണ്. ബിക്കോസ് അവനെല്ലാം അറിയാം. അവൻ നമ്മൾ പറയുമ്പോൾ അവൻ പറയും, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആ വാക്ക് ഞാൻ 1977 ഞാൻ പ്രീച്ച് ചെയ്ത. പിന്നെ നീ ഇപ്പൊ എന്നോട് കയറി പ്രീച്ച് ചെയ്യുന്നു. അവനറിയാം, അവന്റെ തലയിലെ കിടക്കുന്നുള്ളൂ. അവന് വെളിപ്പാടായിട്ട് വന്നിട്ടില്ല. വെളിപ്പാട് അവനറിയാം, കാര്യങ്ങൾ വാക്യങ്ങളെല്ലാം അറിയാം, പക്ഷെ അവൻ വെളിപ്പാടായിട്ട് വന്നിട്ടില്ല. അവരാണ് ഏറ്റവും പ്രോബ്ലം. ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ വചനത്തിന് ഏറ്റവും എതിരായിട്ട് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് നിൽക്കുന്ന കോണൽ മാൻ. നാച്ചുറൽ മാനോട് ആരെങ്കിലും നമ്മൾ അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ ഏറ്റെടുത്ത് നമ്മളെക്കാൾ ഫയറാണ്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നത്, നമ്മള് ദൈവസഭ എപ്പോഴും ഇല്ലേ വേറൊരുത്തനും അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ പുറകെ പോയിട്ട് പുതിയതായിട്ട് നാച്ചുറൽ അറിയത്തില്ല. അവന്റെ മേളിൽ നമ്മൾ ക്രിസ്തുവിനെ അവൻ ഏറ്റെടുക്കണം. അവനെയാണ് നമുക്ക് സഭയ്ക്കകത്ത് പ്രയോജനമാണ്. ഇതിന്റെ പുറത്ത് വേറെ ഒത്തിരി അടിസ്ഥാനം കിടപ്പുണ്ട്. പ്രവൃത്തിയുടെ അടിസ്ഥാനവും മറ്റേ പല അടിസ്ഥാനവും എല്ലാം കിടക്കുന്നത് വലിയ പാടാണ്. ഓക്കെ, ഇനി അടുത്ത വാക്യം ക്ലോസ് ആവും. ഓക്കെ, which is the verse 270? 270? Yeah, that's 270. Where's the verse? It says, okay. Yeah. Now, ഇനിയും ഒരു പരമപ്രധാനമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനകത്ത് God wanted to dwell in man. ദൈവത്തിന് മനുഷ്യനകത്ത് വസിച്ചുകൊണ്ട് ദൈവം മനുഷ്യനും കൂടെ ഒരുമിച്ച് ലേബർ ചെയ്ത് ഈ സബ്ഡ്യൂവും ഡോമിനേഷനും നടക്കാനാണ് ദൈവത്തിന് പ്ലാൻ. മനുഷ്യനകത്ത് ദൈവം വസിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മളെല്ലാം എങ്ങനെയല്ല, പുതിയ നിയമത്തിൽ നമ്മളെങ്ങനെയല്ല, we are the temple of the Holy Ghost. നമ്മൾ കർത്താവിന്റെ മന്ദിരങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് വസിക്കുക. അപ്പൊ ഈ ആദ്യം ഉൽപ്പത്തി 1-നകത്ത് 2-നകത്ത് ദൈവത്തിന്റെ പ്ലാൻ അതായിരുന്നു. I wanted to Adam, by your free will choice, I want you to take a choice so that I can dwell in you and together we will dominate the earth. കർത്താവ് ദൈവം ആദാമിനകത്ത് വസിക്കുക. ആദാമിന്റെ സ്പിരിറ്റിനകത്ത് ദൈവം വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ശക്തിയും ദൈവത്തിന്റെ അതോറിറ്റി എല്ലാം ആദാമിൽ കൂടെ റിലീസ് ചെയ്യാനായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിൽ യേശു നിനക്കകത്ത് വന്നു കഴിയുമ്പോൾ നീ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മന്ദിരമായിട്ട് മാറും. ആ ബോഡി കൂടെ കർത്താവ് ചെയ്യുന്നത് മൊത്തം. ഓക്കെ, എന്നിട്ട് ആദാമിന് കൊടുത്ത ചോയ്സ് എന്താ? ഇപ്പം ശരിയായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി. ഞാൻ ഒത്തിരി വർഷങ്ങൾ ഈ ഒരു ഏരിയയിൽ മെഡിറ്റേറ്റ് ചെയ്ത, സോ ഐ നോ ഇറ്റ് വെരി ക്ലിയർ. ബിക്കോസ് ഞാനിങ്ങനെ പിക്ചർ കാണുന്ന പോലെ കാണും. അപ്പം ആദാമിനോട് പറഞ്ഞു, 2 trees in the middle of the garden. 2 തോട്ടത്തിന്റെ നടുക്ക് 2 ട്രീ ഉണ്ട്. ഒന്ന് നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം, മറ്റേത് ട്രീ ഓഫ് ലൈഫ്. ഇത് രണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് ഒരു സാധാരണ ഒരു അത്തിവൃക്ഷം അല്ലെങ്കിൽ മാങ്ങ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ലൈഫ്. മറ്റേത് പറഞ്ഞത് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. അതെന്തോ ഇത് കണക്ട് ചെയ്യുന്നത്. ഇത് 2 ആത്മമണ്ഡലത്തെ 2 ഗേറ്റാ കാണിക്കുന്നത്, 2 ഡെസ്റ്റിനിയെ കാണിക്കുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള 2 പാത, 2 ഡെസ്റ്റിനേഷൻ കാണിക്കുക. ആദാം നടുക്ക് നിന്നുകൊണ്ട് ആദാം പറയുകയാണ്, വിത്ത് എ സോൾ, ദാറ്റ്സ് എ ലിവിംഗ് സോൾ, ഹീസ് എ ലിവിംഗ് സോൾ. ദൈവം അവനെ സൃഷ്ടിച്ചത് ഫ്രീ വില്ലോട് സൃഷ്ടിച്ചതുകൊണ്ടാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്, he become a living soul. That means now he has the choice to have the life of Christ and become a life-giving spirit. He is as a living soul. Now living soul has to take a decision by his free will to have the life of God in him and God dwell in him and have the authority released as a co-laboring between man and God. Are we getting it? ഇനി നമ്മൾ ചിന്തിച്ചോണം. അപ്പൊ 2 ട്രീ എന്റെ നടുക്ക് വെച്ചു. അപ്പൊ ആദാം എന്തോ കഴിച്ചത്? എന്തോ കർത്താവ് അവിടെ പറഞ്ഞെന്തോ? എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്തോ മരിച്ചു? ആദാം മരിച്ചോ?
Tell me ആദാം മരിച്ച സമയം. ആദാം ഫിസിക്കലി 936 വർഷം കണ്ട് ജീവിച്ചിട്ടുണ്ടെന്ന ആളാണ്. പക്ഷെ സ്പിരിച്വലി നന്മതിന്മകളെ കുറിച്ചുള്ള വിഷയത്തിന്റെ ഫലം മരിച്ച ദിവസം തന്നെ സ്പിരിച്വലി മരിച്ചു. എന്തോ മരണം എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഫ്രം ഗോഡ്. ആത്മീക മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇല്ലാതാകുക എന്നുള്ളതല്ല അർത്ഥം. സെപ്പറേഷൻ ഫ്രം ഗോഡ്. ആ കഴിച്ച ദിവസം തന്നെ സെപ്പറേഷൻ ഫ്രം ഗോഡ്. Now you see that മനുഷ്യന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതായിരുന്നു. ആദാം ജീവന്റെ വൃക്ഷം കഴിച്ചിരുന്നെങ്കിൽ അവന്റെ ഓപ്ഷൻ ആയിരുന്നു, ഇറ്റ്സ് എ ഫ്രീ വിൽ ചോയ്സ്. If Adam would have eaten the tree of life, it's like Adam saying, God, I want you to come into my life and you and me together reign and rule the earth. എന്നാൽ ആദാം ആ ഒരു കാര്യം he become disobedient. അത് ഏറ്റെടുക്കാഞ്ഞത് കൊണ്ട് ഇനിയും എന്തോ ആ ദൈവം അകത്ത് വരാതെ വന്നപ്പോഴത്തേക്ക് now he has nobody to direct him from inside. Are you getting my point? ദൈവം അകത്ത് വന്നിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഡയറക്ടർ ആണ്. ഓക്കെ, let me ask you one thing. ഈ പുതിയ നിയമ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് അവന്റെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്? സ്പിരിറ്റ് ലെഡ്. ആത്മാവിനാൽ those who are led by the spirit are the sons of God. I want you to get this point. It doesn't say that those who are led by the law are the sons of God. നീ പ്രമാണത്താൽ ജീവിക്കുന്നവനല്ല ദൈവത്തിന്റെ പുത്രന്മാർ, ആത്മാവിനാൽ ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ പുത്രന്മാർ. സോ നൗ ആദാമിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഹി മിസ്ഡ്. അപ്പൊ ദൈവത്തിന് അകത്ത് വന്ന് ഓക്കെ, സോ ദൈവത്തിന് അകത്ത് വന്ന് ദൈവത്തിന്റെ ശബ്ദപ്രകാരം ദൈവത്തോട് കൂടെയുള്ള ഒരു വാസമായിരുന്നു ദൈവം മനുഷ്യനെ ആഗ്രഹിച്ചിരുന്നത്. അപ്പം ദൈവം ആദാമിനകത്ത് വന്നിട്ട് ആദാം അതിൽ കൂടെ ഉള്ള ഒരു ജയജീവിതമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ എന്തോ സംഭവിച്ചു? ആദാം ആ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവത്തിന് കൊടുത്തില്ല. അതോടുകൂടെ ആദാമിന് സംഭവിച്ചത് ആത്മീക മരണം സംഭവിച്ചു. അതിനുശേഷം ആദാമിന് ഏദൻ തോട്ടത്തിന് വെളിയിലാക്കപ്പെട്ടു. അകത്ത് ദൈവം വസിക്കേണ്ടതായിരുന്ന ആദാം അന്ന് മുതല് അവൻ ജീവിച്ചെന്തോന്ന് ചോദിച്ചാല് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അവൻ ജീവിച്ചത്. ആദാം വീണ ദിവസം തൊട്ട് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് അവൻ അന്ന് തൊട്ട് അവൻ ജീവിക്കാൻ തുടങ്ങി. ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? 10 കൽപ്പന, എല്ലാ പ്രമാണങ്ങളും ഇറ്റ്സ് ഓൾ ഒറിജിനേറ്റഡ് ഫ്രം നന്മ തിന്മകളുടെ അറിവ്. അപ്പോ പറഞ്ഞാല് അകത്ത് കർത്താവ് വരാഞ്ഞത് കൊണ്ട്, വരാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് മാനവ ജാതിക്ക് അകത്തു നിന്നുള്ള ഗൈഡൻസ് പോയപ്പോഴത്തേക്കാണ് വെളിയിൽ നിന്ന് ലോ വരണം. ശരീരം 5 സെൻസിൽ കൂടാണ് അകത്തുനിന്ന് കൺട്രോൾ ചെയ്യപ്പെടേണ്ട മനുഷ്യന് അകത്തു നിന്നുള്ള ദൈവത്തിന് വസിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാനവജാതി വീണുപോയ മനുഷ്യനാണ് എക്സ്റ്റേണൽ ലോസ് വേണം. അവൻ അകത്ത് കൺട്രോൾ ചെയ്യാൻ ദൈവമില്ല. അവൻ നഷ്ടപ്പെടുത്തി, ദൈവമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ആത്മീക മരണം സംഭവിച്ചു. ആത്മീക മരണം സംഭവിച്ചതായ ആദാമിന്റെ വംശാവലിയാണ് പിന്നീട് പ്രമാണത്തിലേക്ക് വീണുപോയത്. അവർക്ക് പ്രമാണം ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ 4000 വർഷം നമ്മൾ കാണുന്നത് പ്രമാണത്താൽ ജീവിച്ച ഒരു മനുഷ്യൻ. അവന് പ്രമാണമില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹി ഹാസ് നോ ഇന്റേണൽ ഗൈഡൻസ്. ദി മാൻ ഹാസ് നോ ഗോഡ് ഇൻ ഹിം. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് to dwell together, have God's life in man and rule and reign. Are you getting the point? നീ മനസ്സിലാക്കണം, മനുഷ്യന്റെ ഈ ആത്മാവിനകത്ത് ഒരു ഏരിയ is secured for God. ആ ഒരു കാര്യത്തിന് അത് ശൂന്യത വന്നവന്. ആ ശൂന്യത വന്നപ്പോഴത്തേക്കാണ് എപ്പോഴും അവന് സെർച്ച് ചെയ്തോണ്ടിരിക്കുക, ദൈവത്തെ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇനി മനസ്സിലാക്കണം. സോ നൗ മനുഷ്യൻ വീണുപോയി. അകത്ത് അവന് ഗൈഡ് ചെയ്യാൻ ദൈവമില്ല, ദൈവത്തിന് പറ്റത്തില്ല. ബിക്കോസ് ഹി ഈസ് ഡെഡ് ആൻഡ് നൗ അവന്റെ സോൾ ആക്ടിവേറ്റഡ് ആയി. ഇനി അവൻ ജീവിക്കുന്നത് സോളിലാണ്. ഇപ്പൊ നമ്മൾ ലോകത്ത് നോക്കി എന്തോ നടക്കുന്നത്?
എല്ലാവരും ജ്ഞാനം കൊണ്ട്. ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ജ്ഞാനം ഉണ്ടെങ്കിൽ എന്റെ ജോലി ഏറ്റവും ഹൈ ആയിരിക്കും. ഇഫ് ഐ എം ബ്രില്യൻറ്റ് ബേസ്ഡ് ഓൺ മൈ ബ്രില്യൻസ് നോളജ്, എന്റെ നോളജ് വെച്ചാണ് എന്റെ ലൈഫിന്റെ സക്സസ് എന്ന് ചെയ്യുന്നത്. Are we seeing it? If you're like Bill Gates or somebody, they have so much knowledge than any other people. Their success, they are billionaires or millionaires based on the knowledge they have. ഇതെന്ത് സംഭവിച്ചു? ആദം വീണ ദിവസം ആ മനുഷ്യനെ ആ സൃഷ്ടിപ്പിന്റെ ആ ലെവലിൽ നിന്ന് വീണ് ദൈവത്തിന്റെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് കൊണ്ട് ജീവിക്കേണ്ട മനുഷ്യന് ആ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് നഷ്ടപ്പെടുത്തി ആ ഓപ്പർച്യൂണിറ്റി അവൻ ഏറ്റെടുക്കാഞ്ഞത് കൊണ്ട് അവൻ അന്ന് മുതല് അവനകത്തൊരു മനസാക്ഷി ഡെവലപ്പ് ചെയ്തു. ആ മനസാക്ഷി എന്ന് പറയുന്നത് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിളിനകത്തൂടെ ആ മനസാക്ഷി ഉണ്ടായത്. അപ്പൊ ഈ 4000 വർഷം മോശയ്ക്ക് കൽപ്പന കൊടുത്തതും 4000 വർഷം നമ്മൾ കാണുന്ന ഒരു ജനത എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യന്. ആ വീണുപോയ മനുഷ്യർക്ക് പ്രമാണം ആവശ്യമായിരുന്നു. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട് നമുക്ക് കർത്താവ് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇനി നിനക്ക് പ്രമാണത്തിന്റെ ആവശ്യമില്ല. ഇനി നിനക്ക് പ്രമാണത്തിന്റെ ആവശ്യമുണ്ടോ? ഹൗ ക്യാൻ യു? ന്യായപ്രമാണം വിശുദ്ധന്മാർക്ക് വേണ്ടി ഉള്ളതല്ല. എന്നെയും നിന്നെയും അകത്ത് കർത്താവ് ഇരുന്നിട്ട് കർത്താവ് പറയാ, എന്റെ ശബ്ദം കേൾക്കുന്നവൻ എന്നെ അനുഗമിക്കും. ഇന്ന് തൊട്ട് ഇപ്പൊ നമുക്ക് വരുന്നൊരു കുഴപ്പമെന്ന് ചോദിച്ചാല്, ദിസ് ഈസ് ദ സ്ട്രഗിൾ വി ഹാവ്. ഓക്കെ, നീ 30ാമത്തെ വയസ്സിലായിരിക്കും നീ രക്ഷിക്കപ്പെട്ടത്. 30ാമത്തെ വയസ്സായപ്പോഴത്തേക്കായിരിക്കും കർത്താവ് അകത്ത് വന്നത്. ഇത്രയും നാളും നമ്മൾ ഭൗതിക മണ്ഡലം കൊണ്ട് ജീവിച്ചവരാ, നമ്മൾ ആ നോളജ് കൊണ്ട് ജീവിച്ചവരാ. ഓൾ ഓഫ് എ സഡൻ നൗ Christ came in. Now we are realizing it that now source is changing. Are you getting my point? ഇന്ന് തൊട്ട് എന്റെ ജീവിതത്തിന്റെ ഡിസിഷൻ എടുക്കേണ്ട സോഴ്സ് എന്റെ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എന്നല്ല, ഈ 5 മണ്ഡലത്തിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്റെ മൈൻഡിനകത്ത് വന്നിട്ട് ആ മൈൻഡ് അനലൈസ് ചെയ്തിട്ട് ആ ഫ്രീ വില്ല് കയറി ഒരു ഡിസിഷൻ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത്രയും 10-30 വർഷം നമ്മൾ ജീവിച്ചത്. ആ ഒരു മനുഷ്യനോട് പറയുകയാണ് അത് തെറ്റാ, അതാ പാപം. എന്തോ പാപം എന്ന് പറഞ്ഞു. റൂട്ട് കോസ് ഓഫ് ദ സിൻ. എന്തോ പാപം? ആത്മാവ് കൊണ്ട് നയിക്കപ്പെടേണ്ടവൻ 5 മണ്ഡലം കൊണ്ട് നയിക്കപ്പെടുന്ന പാപം. ആത്മാവ് കൊണ്ട് നയിക്കപ്പെടേണ്ടവൻ 5 മണ്ഡലം കൊണ്ട് അല്ലെങ്കിൽ പ്രമാണത്തെ ബേസ് ചെയ്ത് ജീവിക്കുന്നവനാണ് പാപം. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പ്രമാണം പുതിയ നിയമത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവരായ നമുക്ക് എന്തുകൊണ്ട് പ്രമാണത്തിന്റെ ആവശ്യമില്ല. Did you get the point? I'll conclude this. Get the point? എല്ലാവർക്കും I hope you understand it. എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ നമ്മുടെ പിള്ളേരെ ട്രെയിൻ അപ്പ് ചെയ്യേണ്ടത് to listen the voice of God, led by the Spirit. ആത്മാവിൽ ജീവിക്കുവാനാണ് നമ്മൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ആത്മാവിൽ ജീവിക്കുന്നത്? പൂർത്തീകരണ പ്രവൃത്തിയിൽ കർത്താവ് എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കിയ ഒരുവൻ ആത്മമണ്ഡലത്തിലേക്ക് ഓരോ ദിവസവും കയറി വരികയാണ്. ഞാൻ എവിടെ ആക്കിയിരിക്കുന്നു, എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വിട്ടത്, അത് നമ്മൾ വിശ്വസിച്ച് അവനിൽ വേരൂന്നി വരുന്തോറും നമ്മൾ ആത്മാവിൽ നടക്കാൻ തുടങ്ങും. ഇനി നമ്മള് ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ അറിയാതെ തന്നെ മരിച്ചു പോകുന്ന ഒരു അനുഭവമാണ് ഈ ക്രിസ്തീയ ജീവിതം.